കല്യാണമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞാലും കൂടി ക്ഷീണത്തിനൊരു കുറവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ പിറ്റേന്ന് എനിക്കും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അമ്മയും വിൻഷേട്ടനും കൂടി നല്ല പണിയാട്ടാ. അപ്പോൾ വിൻഷേട്ടൻ ഇന്ന് വർക്ക് ഉണ്ട്. അപ്പോൾ വിൻഷേട്ടൻ ഇവിടുന്ന് കേട്ടോ വർക്കിന് പോണത്. അപ്പോൾ അമ്മ അതേ അതിനുള്ള ചോറും കറിയും ഒക്കെ അതേ വിൻഷേട്ടൻ്റെ പാത്രത്തിലാക്കുന്നുണ്ട്. പിന്നെ ബാക്കി പരന്ന പാത്രങ്ങളൊക്കെ തോന്നുന്നു വിൻഷേട്ടൻ അമ്മയ്ക്ക് കഴുകി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളയപ്പും അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായക്ക്. പിന്നെ വിൻഷേട്ടന് ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡായിട്ട് ആക്കണത്. അപ്പോൾ പൊതിച്ചോറാക്കണത് ഇലയൊക്കെ വാട്ടി അമ്മ ചോറും അച്ചാറും പിന്നെ ബീഫ് വരട്ടിണ്ടായിരുന്നു, അതും കൂടി വെച്ചു കൊടുത്തു കേട്ടാ. പിന്നെ വിൻഷേട്ടൻ വേഗം പുറപ്പെട്ടിനി പോകാൻ നോക്കും. പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഷോർട്ട് അടിച്ചിട്ട് എങ്ങനെ പോകാനാ തോന്നുന്നു. അപ്പോൾ അതേ പുറപ്പെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിൻഷേട്ടൻ വേഗം പോയിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതായത് 8:30 കേട്ടോ, ഒരു 8 മണി 8:30 ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിൻഷേട്ടൻ പോയതിന് ശേഷം ഞങ്ങൾ ഇതേ ചായ പിടിക്കാൻ വെച്ചിരിക്കട്ടോ. ആദർശും ആരും ഇതെല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളയപ്പും എന്തോ കുറുമക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ഇതൊക്കെ നല്ല വിശന്നായിരുന്നു ഇന്നലെ. പിന്നെ അങ്ങനെ അപ്പം ചായ പിടിച്ചിട്ട് അങ്ങനെ വന്ന് കിടന്നുറങ്ങിയതല്ലേ കല്യാണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അവരുടെ കൂടെ ചായ പിടിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ചായ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കുറച്ചും കൂടി പാത്രം കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആര് കഴുകിക്കോളാം, കിച്ചൺ അവൾ ഒതുക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ഇതെല്ലാം അത് അവൾ നിന്ന് കഴുകുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് പണിയുള്ളൂ, എനിക്ക് അടിച്ചോരി തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചോരി തുടയ്ക്കാൻ നോക്കുകയാണ്. കുറേ കരടും ആകെ ഞങ്ങൾ ഇന്നലെ പുറപ്പെട്ടു പോയില്ല. ഒരു കല്യാണത്തിൻ്റെ മൊത്തം തിരക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു പോയി എൻ്റെ ഫംഗ്ഷൻ കേട്ടോ. രാവിലെ പിന്നെ ബീനേശ്വര വീട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ അടിച്ചോരി തുടച്ചെടുക്കാൻ എനിക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് എടുക്കേണ്ട ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ ആദർശ് ഡീൽ ചെയ്യാൻ നിന്നു. ഞാൻ വേഗത അടിച്ചൊരു തുടയ്ക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് വെല്ലിമുടോടേക്ക് പോകും കേട്ടോ. കാരണം വെല്ലിമുടോടെയാണ് ഇന്നും ഉച്ചത്തെ ഫുഡ് നമ്മൾ എല്ലാവരും കൂടി സെറ്റ് ചെയ്യണത്. അപ്പോൾ അമ്മ അതേ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തേജപ്പനെ നമുക്ക് എനിപ്പിക്കണം. അപ്പോൾ ഞാൻ കുറേ നേരം തേജുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആള് നല്ല ഉറക്കാണ് കേട്ടോ. ക്ഷീണം വരാൻ പിന്നെ പ്രായപരിധികളൊന്നും ഇല്ലല്ലോ. കാരണം ഇന്നലെ അങ്ങനെ തിമിർത്താടിയിട്ടുണ്ട് എല്ലാവരും. പിന്നെ വേഗം കുളിച്ചു ഞാൻ. ഇത് ആരുടെ ഡ്രസ്സ് അല്ല, ഇത് എൻ്റെ ഡ്രസ്സാട്ടോ. ഞാൻ ആര്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ കൊടുത്തോണ്ട് എനിക്ക് വരുമ്പോൾ ഇടാനൊരു ഡ്രസ്സായിട്ടാ. പിന്നെ നമ്മുടെ തേജു ഇത് എനിക്ക് വന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് ചീച്ചുള്ളാനായിട്ട് ഓടുന്നത്. അപ്പോൾ ആദർശ് ഇതേ ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞിട്ട് എന്തോ ആപ്പിളോ എന്തൊക്കെ എടുത്തിട്ട് ചെത്തി ജ്യൂസ് അടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ആര്യക്കുണ്ടല്ലോ ഇപ്പോൾ പാൻറ് ഇടണമെങ്കിൽ കുറച്ച് പണിയാണ്. അവൾക്ക് തീരെ കുമ്പിടാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ അതേ കാലിൻ്റെ ഉള്ളിൽ നിന്ന് പാൻറ് കയറ്റി വെച്ച് കൊടുത്ത് അവൾ അങ്ങോട്ട് ഇട്ടൂട്ടാ. വെല്ലിമുടക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആദർശും തേജും കൂട്ടിയിട്ട് ഇതേ സ്പ്രേയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ അടുത്ത ഷോർട്സിൽ ഇടാവേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.